കാർ സൂക്ഷ്മമായിട്ട് പരിശോധിക്കാൻ പോലീസിനോടും കമ്പനി മെക്കാനിക്കിനോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. വണ്ടിയിൽ എന്തെങ്കിലും കൃത്രിമം നടന്നിട്ടുണ്ടോ എന്ന് ആദ്യം അറിയണം. അതൊക്കെ മനസ്സിലാക്കാൻ പറ്റുമോ? അതെളുപ്പമാണ്. പക്ഷേ അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലാരാണെന്ന് കണ്ടുപിടിക്കാൻ നമ്മളൽപ്പം ബുദ്ധിമുട്ടേണ്ടി വരും. അതൊക്കെ ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം. എൻ്റെ സൈന്യാധിപൻ എത്തിക്കഴിഞ്ഞാൽ പിന്നെ എനിക്കതൊന്നും യാതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കുക എന്നുള്ളത് മാത്രമാണ് ഇനി നിങ്ങളുടെ ചുമതല. ബാക്കിയൊക്കെ ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം. എനിക്ക് മോളെ ഒന്ന് കാണണം. അവൾക്കൊരു കുഴപ്പമില്ല. ഇന്നോ നാളെയോ ഡിസ്ചാർജ് ചെയ്യും. വാടോ, നമുക്ക് പല കാര്യങ്ങളും പ്ലാൻ ചെയ്യാനുണ്ട്. ഞങ്ങൾ ഉടനെ വരാം മാം സാർ. മഹി, മഹി. എന്താ ജെയിംസ് കുട്ടി? വേഗം ഊണെടുക്ക്. ഇന്നെന്താ ഇത്ര ധൃതി? ഒരു ഓട്ടം ഉണ്ട്. അതെ, ഇവിടെ തന്നെ അങ്ങ് സ്ഥിരമായിട്ട് കൂടാനാണോ നിന്റെ ഉദ്ദേശം? ഏയ് അല്ല, ഊണ് കഴിഞ്ഞൊരു ഓട്ടം ഉണ്ട്. കാഞ്ഞിരപ്പള്ളിക്കാ. ലോങ് ട്രിപ്പ് പോയാലും നമുക്ക് വല്ലതും തടയൂ. അതല്ല നിന്നോട് ഞാൻ ചോദിച്ചത്. ഓ, ഇവിടെ സ്ഥിരതാമസമാക്കാനാണ് ഉദ്ദേശം അല്ലേ? അതെ, നല്ല സുഖമല്ലേ ഇവിടെ. ഒന്നാമത്തെ സൗകര്യം, വണ്ടി കയറ്റിയിടാൻ ഇഷ്ടംപോലെ സ്ഥലം. ഒരു ടാക്സി ഡ്രൈവർക്ക് അതൊരു വിലപ്പെട്ട കാര്യമല്ലേ. പിന്നെ ഫുഡ്. ഹോട്ടൽ ഭക്ഷണം കഴിച്ച് മടുത്തിട്ടാ പെണ്ണ് കെട്ടാന്ന് വിചാരിച്ചത്. ഇവക്കാണെങ്കിലോ നേരെ ചൊവ്വ ഒരു ചായ ഉണ്ടാക്കാൻ പോലും അറിയത്തില്ല. അമ്മയെല്ലാം ഒന്ന് പഠിപ്പിച്ചു കൊടുക്കണം. ഈ അവിയലും സാമ്പാറും അല്ല, ചകലം പോത്തിറച്ചിയും മീനും ഒക്കെ നല്ലപോലെ കറി വെക്കുന്ന വിധം ഇവക്കൊന്ന് പറഞ്ഞു കൊടുക്കണം. ഞാൻ പഠിപ്പിക്കാടാ. ഇവിടെ അല്ല, നിന്നെ ഞാനൊരു പാഠം പഠിപ്പിക്കും. ചുമ്മാ പറഞ്ഞാ പോരാ, നല്ലോണം പഠിപ്പിക്കണം. എല്ലാം പഠിച്ചിട്ട് ഞാൻ ഇവിടുന്ന് പോകുന്നുള്ളൂ. സാധാരണ ആൺമക്കൾ കല്യാണം കഴിച്ചുകൊണ്ട് വരുന്ന മരുമക്കളോടാ അമ്മായിമ്മ പോരെടുക്കാറ് പതിവ്. ഇവിടെ മാത്രം തലയെറിഞ്ഞതേണ്ടേ മരുമകനോടാ അമ്മായിമ്മയ്ക്ക് പോര്. എന്ത് അല്ലെങ്കിൽ നിന്നെ ആരാടാ മരുമോനായിട്ട് കണക്കാക്കിയിരിക്കുന്നത്? വെറും ഒരു ടാക്സി ഡ്രൈവർ. എന്റെ മോൾക്ക് പറ്റിയ ഒരു അബദ്ധം, അത്രേ ഉള്ളൂ. പാലപ്പടിക്കൽ വീട്ടില് ഒരവകാശമില്ലാത്ത ഹരീഷ് എന്ന് പറയുന്ന ഒരു തെണ്ടി ഇവിടെ ഒന്ന് കൂടിയിട്ടുണ്ടല്ലോ. അതാർക്ക് പറ്റിയ അവധ? എടാ ഹരിക്കുട്ടൻ എന്റെ മകനാ, എന്റെ വയറ്റിൽ പറഞ്ഞവൻ. അവനെ നിന്നെ ഞാൻ ഒരേ ത്രാസിലിട്ട് തൂക്കണോടാ. അമ്മയുടെ മോന് ഈ വീട്ടിൽ എന്താ അവകാശം? അച്ഛൻ ഉണ്ടായിരുന്നപ്പോ പാത്തും പതുങ്ങിയല്ലാതെ ഹരീഷേട്ടൻ ഈ വീട്ടിൽ വന്നിട്ടുണ്ടോ? അച്ഛന് മുന്നിൽ നിൽക്കാൻ ധൈര്യം ഉണ്ടായിട്ടുണ്ടോ? അച്ഛനെ ഒളിച്ച് അമ്മ കൊടുക്കുന്ന ദക്ഷിണയും വാങ്ങി സ്ഥലം വിടുകയായിരുന്നല്ലോ അയാളുടെ പതിവ്. അന്നില്ലാതിരുന്ന സ്ഥാനവും അവകാശവും ഒക്കെ ഇന്ന് എവിടുന്ന് കിട്ടി അമ്മയുടെ പ്രിയ മോന്? ഞാൻ കൊടുത്തതടി എന്റെ മകൻ ഈ സ്ഥാനമൊക്കെ. അത് ചോദിക്കാൻ നീ ആരടി? ഞാൻ പാലപ്പടിക്കൽ വിജയകൃഷ്ണന്റെ മകൾ, ഈ വീടിന്റെയും കുടുംബത്തിന്റെയും യഥാർത്ഥ അവകാശികളിൽ ഒരാൾ. അത് തെളിയിക്കാൻ ഞാനെന്താ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണോ? ആദ്യം ഹരീഷേട്ടൻ കെട്ടിയോളെയും വിളിച്ചോണ്ട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങട്ടെ. കല്യാണം കഴിച്ചു വിട്ട നീരജ ചേച്ചി ഇലഞ്ഞിത്തറയിലേക്ക് തിരിച്ചു പോട്ടെ. അത് കഴിഞ്ഞ് ശേഷിക്കുന്നവര് തമ്മിൽ അവകാശ തർക്കോ സ്വത്ത് പങ്കിടലോ ഒക്കെ ആവാം. ഞാൻ ഇവന്റെ പേര് കേസ് കൊടുക്കൂടി. എന്റെ വീട്ടിൽ അതിക്രമിച്ച് കയറി താമസമാക്കിയെന്നും ഇറങ്ങി പോവാൻ പറഞ്ഞിട്ട് പോകുന്നില്ലെന്നും, അത് മാത്രമല്ല എന്നെ ദേഹോപദ്രവം ഏൽപ്പിക്കാൻ ശ്രമിച്ചു എന്നുകൂടി പരാതിയിൽ എഴുതി ചേർക്കും. നിന്റെ കെട്ടിയ നിന്റെ കൈയും പിടിച്ച് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോന്നതേ ഞാൻ കാണിച്ചു തരാടി. അമ്മ ജെയിംസോട്ടിയുടെ പേരിൽ കേസ് കൊടുത്ത ഹരീഷേട്ടന്റെ പേരിൽ ഞാനും കേസ് കൊടുക്കും. എന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നും പറഞ്ഞു. ആ വിഷയത്തിൽ മകന്റെ മുൻപരിചയം പോലീസ് റെക്കോർഡിലൊക്കെ എന്നേ ഉണ്ടല്ലോ. ആരുടെ കേസാണ് ജയിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. എല്ലാരും കൂടി എന്നെ തോൽപ്പിക്കാൻ കച്ചുകെട്ടി ഇറങ്ങിയിരിക്കുകയാണല്ലേ. ചെവിയിൽ നുള്ളിക്കോ. ഈ സുധർമ്മ ആരാണെന്ന് നിനക്കൊന്നും ശരിക്കും അറിയില്ല. മുജന്മത്തിലെ ശത്രുക്കളാ മക്കളായി ജനിക്കുന്നു എന്ന് പറഞ്ഞത് എത്ര സത്യോ. മഹി, ചോറത്തേക്ക് സമയം പോന്നു.
എന്താ? ആരെ കാണാനാ? അമ്മു അല്ല, അമല എന്ന പേരുള്ളൊരു പേഷ്യന്റ് പുനലൂർ വെച്ച് കാർ ആക്സിഡന്റ് ആയ. എന്റെ കൂടെ വാ, കാണിച്ചു തരാം. 118 പേഷ്യന്റിനെ നോക്കിക്കണേ, ലോ ബി പിയാ. ഞാൻ ഇപ്പൊ വരാം, വരൂ. കേറി വന്നോളൂ. ആരാ സിസ്റ്ററെ? ഒരു വിസിറ്റർ. വരൂ. ഇതിനു മുമ്പ് പരിചയമുണ്ടല്ലോ അല്ലേ? പരിചയം ഭാവിച്ച ചില കള്ളന്മാർ ഇവിടെ വരും, അതുകൊണ്ടാ ചോദിച്ചത്. നിങ്ങൾ സംസാരിച്ചോ. അമ്മു, അർജുനേട്ടൻ എന്നെ കാണാൻ വരരുതായിരുന്നു. അമ്മു. വേണ്ടായിരുന്നു അർജുനേട്ട. ഇനി നമ്മൾ തമ്മിൽ ഒരിക്കലും കാണണ്ടായിരുന്നു. നീ ആക്സിഡന്റിൽ പെട്ട് ഹോസ്പിറ്റലാണെന്ന് അറിഞ്ഞപ്പോ നിന്നെ കാണാൻ എനിക്ക് വരാതിരിക്കാൻ പറ്റിയില്ലമ്മു. ഞാൻ പൊക്കോളാം. അർജുനേട്ട, അർജുനേട്ടന്റെ മുഖം എനിക്ക് കാണാൻ വയ്യാന്നിട്ട. ഞാനെന്ന് വലിയ ചതിയ ചെയ്തെന്ന് എനിക്കറിയാം. എന്നോട് ക്ഷമിക്കണേ. അന്നെന്റെ മുന്നിൽ അതല്ലാതെ വേറെ വഴിയില്ലായിരുന്നു അർജുനേട്ട. എന്നോട് അത്രയും മഹാമനസ്കത കാട്ടിയ മനുഷ്യനോട് പിന്നെയും നന്ദികേട് കാണിക്കാൻ എനിക്ക് മനസ്സ് വന്നില്ല അർജുനേട്ട. ഞാൻ കരുതിയ പോലുള്ള ആളല്ല എന്ന് മനസ്സിലായി. എന്റെ കഴുത്തിൽ മിന്നുകെട്ടിയ പുരുഷനല്ലേ, എന്നെ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന ആളല്ലേ. സാരല്ല, എനിക്കറിയാലോ നിന്നെ. എല്ലാം എനിക്ക് മനസ്സിലായി. കൽപ്പന അദ്ദേഹത്തിന്റെ ഭാര്യയല്ലെന്നും ശീതൾ മകളല്ലെന്നും അറിഞ്ഞു കഴിഞ്ഞപ്പോ ഞാൻ അതുവരെ അദ്ദേഹത്തോട് ചെയ്തത് വലിയ അനീതിയാണെന്ന് തോന്നിപ്പോയി. ഞാൻ ആ മനുഷ്യനെ എന്തുമാത്രം തെറ്റിദ്ധരിച്ചു. അതുകൊണ്ട് ഞാൻ എന്നോട് പൊറുക്കണേ അർജുനേട്ട. അമ്മോ, നിന്റെ തീരുമാനം 100% ശരിയായിരുന്നു. അന്ന് രാത്രി നീ എൻ്റെ കൂടെ ഇറങ്ങി വന്നിരുന്നെങ്കിൽ അതൊരു വലിയ തെറ്റായി പോയനെ. നീ തിരിച്ചു പോയതിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. അതായിരുന്നു ശരി. ഞാൻ കാരണം അർജുനേട്ടന്റെ ജോലിയും കൂടി പോയല്ലോ. അതൊന്നും സാരമില്ല. ജോലി അത് ഒരിടത്തല്ലെങ്കിൽ വേറൊരിടത്ത്, അത് ഞാൻ കണ്ടെത്തിക്കോളാം. അർജുനേട്ടൻ ഇപ്പൊ എവിടെയാ? അതൊന്നും നീ അറിയണ്ടമ്മോ, അന്വേഷിക്കാൻ വേണ്ട. നിന്റെ അമ്മയോടും നിന്നോടും എൻ്റെ അച്ഛനും അമ്മയും ചെയ്ത ചതിയുടെയും ദ്രോഹത്തിൻ്റെയും പാപഭാരം ആരെങ്കിലും താങ്ങണ്ടേ? കൂട്ടത്തിൽ ഞാനാണ് കരുത്തൻ. ഞാൻ തന്നെ താങ്ങാം. പൊയ്ക്കോട്ടെ.
ആക്സിഡന്റ് ആയിന്ന് കേട്ടപ്പോ ചങ്കിലൊരു വിഷമം. സിസ്റ്റർ പറഞ്ഞു കാലൊടിഞ്ഞേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ലാന്ന്. ഇപ്പൊ സമാധാനായി. പോട്ടെ. പിന്നെ നിനക്കെന്തെങ്കിലും അപകടം പറ്റിയെന്നറിഞ്ഞ ഞാൻ ഇനിയും വരും. വരരുതെന്ന് പറയരുത്. പറയരുത്. പോട്ടെ. അർജുൻ, താനെന്താ ഇവിടെ? സർ, ഞാൻ തൻ്റെ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? സർ, ഞാൻ അമ്മൂനൊന്ന് കാണാൻ വന്നതാ. താനെങ്ങനെ അറിഞ്ഞു? പത്രത്തിൽ കണ്ടു വാർത്ത. അവൾ സോറി അമ്മു ആക്സിഡന്റിൽപ്പെട്ട് സീരിയസ് ആയിട്ട് കിടക്കാണെന്ന് അറിഞ്ഞപ്പോ. ഓ, അമ്മൂനെ കാണാൻ വന്നതാണല്ലേ. ഞാൻ കരുതി തൻ്റെ ആരെങ്കിലും ഇവിടെ ഉണ്ടെന്ന്. എൻ്റെ ആരുമില്ല സർ. എന്തായാലും തന്നെ കണ്ടത് നന്നായി. തനിക്ക് പോകാൻ ധൃതിയുണ്ടോ? പോണമായിരുന്നു. താനൊരു 5 മിനിറ്റ് ഇവിടെ വെയിറ്റ് ചെയ്യ്, ഞാനിപ്പോ വരാം. പൊയ്ക്കളയരുത്. എന്തുപറ്റി? കാലിന് നല്ല വേദനയുണ്ടോ? ഇല്ല. പിന്നെന്താ? കൽപ്പനയോ ശിവജി ആരെങ്കിലും വന്നിരുന്നോ? ഇല്ല. ആരും വന്നില്ലേ? അർജുനേട്ടൻ വന്നിട്ട് പോയി. ഓ, അയാൾ വീണ്ടും വന്നോ? എന്നിട്ട് എവിടെ പോയി? അയാളെന്താ പിന്നെയും വന്നേ? ഞാൻ കാർ ആക്സിഡന്റിൽപ്പെട്ട ആശുപത്രിയിലാണെന്ന് അറിഞ്ഞിട്ട് എന്ത് പറ്റിയെന്നറിയാൻ. ഓക്കെ ഓക്കെ ഓക്കെ, അതൊക്കെ വളരെ നല്ല കാര്യമാണ്. മാത്രമല്ല, നിങ്ങൾ റിലേറ്റീവ്സ് ആണല്ലോ. രക്തബന്ധത്തിന് ഉപ്പും എരിവും പുളിയൊക്കെ കൂടും. അർജുനേട്ടനെ തെറ്റിദ്ധരിക്കില്ല. ഹേയ്, ആര് തെറ്റിദ്ധരിച്ചു? താൻ എന്തായി പറയുന്നേ? എനിക്ക് അയാളെക്കുറിച്ച് ശരിയായ ധാരണകളേ ഉള്ളൂ. ഇന്ന് ശീതളിനെ ഡിസ്ചാർജ് ചെയ്യും. അവൾക്ക് സുഖായോ? ചെറിയ പരിക്കല്ലേ ഉള്ളൂ, ബാൻഡേജൊക്കെ ഉണ്ട്.
അത് എല്ലാ ദിവസവും ഇവിടെ ഒന്ന് ഡ്രസ് ചെയ്യണം. വീട്ടിൽ ആരുണ്ട് അവളെ നോക്കാൻ? ഞാൻ ഈ അവസ്ഥയിലായി പോയില്ലേ? ചേച്ചിയുണ്ട്, പിന്നെ ശിവജി ഉണ്ടല്ലോ. അവളുടെ കാര്യം സാരില്ല. ആ, ഞാൻ ഡോക്ടറെ ഒന്ന് കണ്ടിട്ട് വരാം. ഞാൻ വിചാരിച്ചു താൻ പോയി കാണോന്ന്. എടോ, കള്ളന്മാരാ ഒളിച്ചോടുന്നേ. തനിക്ക് എന്നെ ഫേസ് ചെയ്യാനുള്ള ധൈര്യമുണ്ട് അല്ലേ? സാറ് പോരെന്ന് പറഞ്ഞോണ്ടാ ഞാൻ. എന്തായാലും തന്നെ എനിക്കൊന്ന് കാണാൻ പറ്റിയല്ലോ. തനിക്ക് സുഖമാണല്ലോ അല്ലേ? സാർ, താനിത് എന്തൊരു പോക്കാടോ പോയെ? ആരോടൊരു അക്ഷരം പോലും മിണ്ടാതെ ഔട്ട് ഹൗസും പൂട്ടി ജോലിയും കളഞ്ഞ്. സോറി സാർ. എല്ലാ സാറിനും അറിയാലോ, ആ രാത്രിക്ക് ശേഷം പിന്നെ അവിടെ തുടരുന്നത് ശരിയില്ലെന്ന് എനിക്ക് തോന്നി. മാത്രമല്ല, എനിക്കൊരു അഭിമാനമുണ്ടല്ലോ. എടോ, ജീവിതമല്ലേ, ഇങ്ങനെയൊക്കെ സംഭവിക്കും. അന്ന് അങ്ങനെയൊക്കെ വന്നുകൂടിയതിൽ എനിക്ക് വളരെ വിഷമമുണ്ട് സാർ. അതൊരു വലിയ തെറ്റായിപ്പോയി സാർ. സാറിനോട് ക്ഷമിക്കണം. ആ, താൻ ക്ഷമ ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. താൻ സ്നേഹിക്കുന്ന പെണ്ണിനെ, അതിനേക്കാള് തന്നെ സ്നേഹിച്ച പെണ്ണിനെ താൻ വിളിച്ചിറക്കി കൊണ്ടുപോകാൻ ശ്രമിച്ചു. എടോ, ആണുങ്ങൾ അങ്ങനെയാ, കൊല്ലാനൊന്നുമല്ലല്ലോ. സ്നേഹിച്ചും സംരക്ഷിച്ചും ഒന്നിച്ച് ജീവിക്കാൻ വേണ്ടിയല്ലേ? എന്നാലും എനിക്കറിയാം സാർ, വലിയ അവിവേകമാണ് ഞാൻ കാണിച്ചത്. തെണ്ടി നടന്ന് എന്നെ വിളിച്ച് സാറ് ജോലി എന്നിട്ട് ഞാൻ സാറിന്റെ ഭാര്യയെ എനിക്കിപ്പോ എന്നോട് തന്നെ അവജ്ഞ തോന്നുക. സാരില്ലടോ, തന്നെ എനിക്കറിയില്ലേ, അമ്മൂനെ അറിയാം. നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്നെ അറിയാതെ പോയി. പോട്ടെ, അത് മറക്കാം. താനിപ്പോ എവിടെയാ? ഞാൻ ഒരിടത്തുമല്ല സാർ, അതാ സത്യം. എടോ, ഞാനൊരു കാര്യം പറയട്ടെ. തനിക്ക് താല്പര്യമാണെങ്കിൽ ഇനിയും ആ പഴയ ജോലി തുടരാം. അതേ ഔട്ട് ഹൗസിൽ തന്നെ താമസിക്കുകയും ചെയ്യാം. ശമ്പളം അത് തന്നെ. എന്താ? വേണ്ട സാർ, ഇനി അത് ശരിയാവില്ല. എനിക്ക് പിന്നെ ജോലി തരാമെന്ന് പറഞ്ഞല്ലോ, അതിനൊരു വലിയ മനസ്സ് വേണം സാർ. ഞാൻ അത്രയ്ക്കൊന്നുമില്ല. തന്നെ എനിക്ക് അത്രക്ക് വിശ്വാസമുള്ളതുകൊണ്ടല്ലേ പറഞ്ഞേ? തന്റെ മനസ്സിന്റെ നന്മ അറിയാവുന്നത് കൊണ്ടാ. അതല്ലെങ്കിൽ അമ്മു ആക്സിഡന്റ് ആയതറിഞ്ഞ താൻ കാണാൻ ഓടി വരില്ലല്ലോ. അതുകൊണ്ട് വീണ്ടും ഒന്നുകൂടി പറയാ, തനിക്ക് എപ്പോൾ വേണമെങ്കിലും എൻ്റെ കമ്പനിയിൽ ജോയിൻ ചെയ്യാം, അറ്റ് എനി ടൈം. ഇല്ല സാർ, സാറിനോട് എനിക്ക് നന്ദിയും കടപ്പാടും മാത്രമേ ഉള്ളൂ. അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ. പോയിക്കോട്ടെ സാർ. മോളെ പതുക്കെ. എന്താ നിന്റെ വിചാരം? ഒന്ന് എണീറ്റ് നിൽക്കാറായപ്പോഴേക്കും സുഖമായിരുന്നോ? വേദനയൊന്നുമില്ല. എന്റെ മോളെ ഓർത്തായിരുന്നു ചെറിയമ്മയുടെ സങ്കടം മുഴുവൻ. നഴ്സുമാര് പറയുന്നതൊക്കെ അനുസരിക്കോ അതോ അവരോട് പിണങ്ങോ? സാരമില്ല,
ഈശ്വരാനുഗ്രഹം കൊണ്ട് ഇത്രയ്ക്കല്ലേ പറ്റുള്ളൂ. ഒക്കെ വേഗം ശരിയാവും. ആ മോൾക്ക് ഇന്ന് തന്നെ വീട്ടിൽ പോവാം. ചെറിയമ്മക്ക് കുറച്ച് ദിവസം കൂടി കിടക്കേണ്ടി വരും. വീട്ടിൽ പോകുന്നില്ല, ചെറിയമ്മയെ ശുശ്രൂഷിച്ച് ഇവിടെ നിൽക്കാമെന്ന മോള് പറയുന്നേ. നിന്നെ നോക്കാൻ തന്നെ ഒരാൾ വേണമല്ലോ മോളൂ. പിന്നെ നീ എങ്ങനെ ചെറിയമ്മയുടെ ശുശ്രൂഷ ഏറ്റെടുക്കുക? അമ്മൂനെ ശുശ്രൂഷിക്കാനുള്ള നഴ്സുമാരുണ്ട്. അതൊന്നും ഓർത്ത് മോള് വിഷമിക്കണ്ട. പോരെങ്കിൽ ഞാനില്ലേ, ഭാര്യയെ പരിചരിക്കേണ്ടതും നോക്കേണ്ടതൊക്കെ ഭർത്താവിന്റെ കടമയല്ലേ. ഞാനിന്ന് പോവാണ് മാം സാർ. ഒരുപാട് അത്യാവശ്യം കിടയുന്ന ഞാനിങ്ങോട്ട് ഓടി വന്നേ. എന്ത് എമർജൻസി ഉണ്ടെങ്കിലും, നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്ത് എമർജൻസി ഉണ്ടെങ്കിൽ ശിവജി ഇങ്ങോട്ട് ഓടിയെത്തും. വേഗ സുഖമായി ഞാൻ പ്രാർത്ഥിക്കാം. ഞാനും ദൈവങ്ങളുമായിട്ട് അത്ര നല്ല രസത്തിലൊന്നുമല്ല, എങ്കിലും ഞാനൊന്ന് പറഞ്ഞു നോക്കാം. ഞാൻ പുറത്തേക്ക്. ഞാൻ മോളെ വീട്ടിലാക്കിയിട്ട് വരാം. വാ മോളെ.